Hi friends, welcome to Will Facts. ഇന്ന് നമുക്ക് കടലിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന നിഗൂഢതകളിലൊന്നായ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചറിഞ്ഞാലോ? മിയാമി, ബെർമുഡ, പ്യൂർട്ടോ റിക്കോ എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പം നിറഞ്ഞതും നിഗൂഢമായ അപ്രത്യക്ഷതകൾക്കും വിശദീകരിക്കാനാത്ത സംഭവങ്ങൾക്കും പേരുകേട്ടതാണ് ബർമുഡ ട്രയാങ്കിളിൽ. ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകൾ അമ്പരപ്പിക്കുകയും ആകാംക്ഷ ജനിപ്പിക്കുകയും ചെയ്യുന്നു. കാന്തിക അപാകതകൾ, മീഥേൻ ഹൈഡ്രേറ്റുകൾ, ക്രമരഹിതമായ കാലാവസ്ഥ, മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ തുടങ്ങി നിരവധി ആശയങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങളുടെ നിഗൂഢ സ്വഭാവം പരിഹരിക്കപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു സിദ്ധാന്തവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കുകയും പലരുടെയും ഭാവനയെ ആകർഷിക്കുകയും ചെയ്യുന്ന ഭയാനകവും നിഗൂഢവുമായ 5 കഥകൾ കേൾക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. 1. ഫ്ലൈറ്റ് 19ന്റെ അപ്രത്യക്ഷപ്പെടൽ. 1945 ഡിസംബർ 5-ൽ 5 US നേവി ബോംബർമാരുടെ സംഘമായ ഫ്ലൈറ്റ് 19 ബെർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ ഒരു പതിവ് പരിശീലന ദൗത്യത്തിന് പുറപ്പെട്ടു. അതിശയകരമെന്ന് പറയട്ടെ, കാലാവസ്ഥ വ്യക്തമായിരുന്നിട്ടും ഒരു സൂചന പോലും ലഭിക്കാതെ വിമാനങ്ങൾ അപ്രത്യക്ഷമായി. ഇവരെ കണ്ടെത്താൻ അയച്ച രക്ഷാപ്രവർത്തന വിമാനം പോലും ദുരൂഹമായി അപ്രത്യക്ഷമായി. ഇതുവരെ ഫ്ലൈറ്റ് 19ന്റെ വിധി വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും കൗതുകരമായ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിലൊന്നായി തുടരുന്നു. 2. USS സൈക്ലോപ്പുകളുടെ രഹസ്യം. 1918 മാർച്ചിൽ USS സൈക്ലോപ്സ് എന്ന ഭീമാകാരമായ കോളിയർ കപ്പലിന്റെ അപ്രത്യക്ഷമാകുകയാണ് അടുത്തതായി വരുന്നത്. 300-ലധികം ജീവനക്കാരും മാംഗനീസ് അയിരിന്റെ ചരക്കുകളുമുള്ള ഈ കപ്പൽ അപകട സൂചനകളൊന്നും നൽകാതെ നിഗൂഢമായി അപ്രത്യക്ഷമായി. സമഗ്രമായ തിരച്ചിൽ നടത്തിയിട്ടും അവശിഷ്ടങ്ങളോ അതിജീവിച്ചവരെയോ കണ്ടെത്താനായില്ല. USS സൈക്ലോപ്സിന്റെ തിരോധാനം നേരിട്ട് യുദ്ധത്തിൽ ഉൾപ്പെടാത്ത അമേരിക്കൻ നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവഹാനിയായി തുടരുന്നു. 3. ഫ്ലൈറ്റ് TC-3ന്റെ അപ്രത്യക്ഷപ്പെടൽ. 2005-ൽ മിയാമി ട്രയാങ്കിളിന് മുകളിലൂടെ ഒരു ഡഗ്ലസ് DC-3 വിമാനത്തിന്റെ ദുരൂഹമായ തിരോധാനം കണ്ടെത്തുന്ന മൂന്നാമത്തെ കഥയിലേക്ക് നമുക്ക് കടക്കാം. 3 യാത്രക്കാരുമായി ഈ വിമാനം പെട്ടെന്ന് ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി. എയർ ട്രാഫിക് കൺട്രോളുമായുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. വിപുലമായ തിരച്ചിൽ നടത്തിയിട്ടും അവശിഷ്ടങ്ങളുടെ അടയാളങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഇത് വിവരങ്ങളുടെ അസ്വാസ്ഥ്യകരമായ ശൂന്യത സൃഷ്ടിക്കുകയും എണ്ണമറ്റ സിദ്ധാന്തങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. 4. വിച്ച്ക്രാഫ്റ്റിന്റെ വിചിത്രമായ കേസ്. 1967 ഡിസംബറിൽ അപ്രത്യക്ഷമായ ദ വിച്ച്ക്രാഫ്റ്റ് എന്ന യാട്ടാണ് നമ്മുടെ 4ാമത്തെ നിഗൂഢമായ കഥയുടെ കേന്ദ്രബിന്ദു. അത്യാധുനിക നാവിഗേഷൻ സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും മിയാമി തീരത്ത് നിന്ന് 1 മൈൽ അകലെ കപ്പൽ അപ്രത്യക്ഷമായി. ഗൂഢാലോചന വർദ്ധിപ്പിക്കുന്നത് എന്തെന്നാൽ തങ്ങൾ എന്തോ കൂട്ടിയിടിച്ചതായി പ്രസ്താവിച്ചുകൊണ്ട് ജീവനക്കാർ ഒരു ദുരന്ത കോൾ അയച്ചു. എന്നിട്ടും ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ശരിച്ചു. വിച്ച്ക്രാഫ്റ്റിന്റെ തിരോധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ഇന്നും വിദഗ്ധരെയും നാവികരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു. 5. ഫ്ലൈറ്റ് 441ന്റെ രഹസ്യം. അവസാനമായി 1972 ഡിസംബറിലെ ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് 441ന്റെ ഹൃദയഭേദകമായ കഥയിലേക്ക് കടക്കാം. ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്കുള്ള യാത്രാമധ്യേ വിമാനം അപ്രതീക്ഷിതമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കുതിച്ചുകയറുകയും 51 യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും ജീവൻ അപഹരിക്കുകയും ചെയ്തു. സമഗ്രമായ തിരച്ചിൽ നടത്തിയിട്ടും അവശിഷ്ടങ്ങൾ ഒരിക്കലും കണ്ടെത്താനായില്ല. അപകടത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷകരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന കഥകൾ എങ്ങനെയുണ്ട്? നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രദേശത്തിന്റെ നിഗൂഢത ഇന്നും നമ്മെ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ചില വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ചു ബർമുഡ ട്രയാങ്കിൾ ഒരു യഥാർത്ഥ നിഗൂഢത പോലുമല്ല, മറിച്ച് സെൻസേഷണലൈസ്ഡ് ജേർണലിസത്തിന്റെയും സെലക്ടീവ് റിപ്പോർട്ടിംഗിന്റെയും ഉൽപ്പന്നമാണ്. സമുദ്രത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ മേഖലയിൽ കാണാകുന്നതിന്റെ നിരക്ക് കൂടുതലല്ലെന്നും ആരോപിക്കപ്പെടുന്ന പല സംഭവങ്ങളും അതിശയോക്തി കലർന്നതോ കെട്ടിച്ചമച്ചതോ ആണെന്നും അവർ വാദിക്കുന്നു. കൂടുതൽ കൗതുകരമായ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.